നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും KCN ന്യൂസിന്റെ ഈദ് ഉൽ ഫിത്തർ ആശംസകൾ. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മത വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നു. അവസാനമായത് ഒരു മാസം നീണ്ട പ്രാർത്ഥനാ ദിനങ്ങൾക്ക്. ജില്ലയിൽ മഴ കനത്തതോടെ കടൽക്ഷോഭം രൂക്ഷം. നിരവധി വീടുകൾ അപകട ഭീഷണിയിൽ. എൻഡോസൾഫാൻ ദുരിതബാധിതരെ കബളിപ്പിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മുനീസ അമ്പലത്തറ. ആരോപണം ഉന്നയിച്ചവർ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുകയാണെന്നും മുനീസ. ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപകമാവുന്നു. ആശങ്കയോടെ ജനങ്ങൾ. വ്യാപകമാവുന്ന നിരോധിത ലഹരി വസ്തുക്കൾ. ചെക്ക് പോസ്റ്റുകൾ വഴി കടത്തുന്നത് ലക്ഷങ്ങളുടെ ലഹരി ഉൽപ്പന്നങ്ങൾ. ഗതാഗതം പുനഃസ്ഥാപിച്ച് ചളിയങ്കോട് KSTP റോഡ്. പുനഃസ്ഥാപിച്ചത് ജില്ലാ ഭരണകൂടവും നാട്ടുകാരും നടത്തിയ ചർച്ചയെ തുടർന്ന്. വാർത്തകൾ വിശദമായി. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും നന്മയുടെയും പ്രാധാന്യം വിളിച്ചോതി ഇസ്ലാം മത വിശ്വാസികൾ ബുധനാഴ്ച ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നു. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നേടിയെടുത്ത ആത്മനിർവൃതിയുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കേരളത്തിൽ വിശ്വാസികൾ ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. മഴ തുടരുന്നതിനാൽ പലയിടത്തും ഈദ്ഗാഹുകൾ ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ല. പള്ളികളിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം വിവിധ സമയങ്ങളിലായി നടക്കും. ഫിദർ സക്കാത്ത് എന്ന പേരിൽ നടത്തപ്പെടുന്ന അരി വിതരണം മിക്ക പള്ളികളിലും ആരംഭിച്ചു. മഹല്ല് തലങ്ങളിൽ സംഘടിതമായും വീടുകൾ കേന്ദ്രീകരിച്ചും സക്കാത്ത് വിതരണം നടക്കുന്നു. ശവ്വാൽ മാസപ്പിറവി കണ്ടതായി വിവരം ലഭിക്കാത്തതുകൊണ്ടാണ് റംസാൻ 30 പൂർത്തീകരിച്ച് ബുധനാഴ്ച ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നത്. കാസർകോട്ടും പരിസര പ്രദേശങ്ങളിലും കടൽക്ഷോഭം രൂക്ഷമായി. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയുമായി ജനങ്ങൾ. മഴ ശക്തമായതോടെ ജില്ലയിൽ കടൽക്ഷോഭം രൂക്ഷമായിരിക്കുകയാണ്. ചേരങ്കൈ കസബ കടപ്പുറങ്ങളിൽ ശക്തമായ കടലാക്രമണത്തിൽ പലയിടത്തും വെള്ളം കയറി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ശക്തമായ കാറ്റും ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നു. പ്രതീക്ഷിക്കാതെ എത്തുന്ന കാറ്റ് ഒരു പ്രദേശത്തെ പൂർണ്ണമായും നശിപ്പിച്ചാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് ശക്തമായ തിരമാലയുടെ വരവും. കടൽക്ഷോഭം തടയാൻ കെട്ടിയ ഭിത്തികൾ മുഴുവൻ തകർത്തെറിഞ്ഞാണ് തിരമാലകൾ മടങ്ങുന്നത്. ജില്ലയിൽ കടൽക്ഷോഭം രൂക്ഷമായ ചേരങ്കൈ, കസബ, ലൈറ്റ് ഹൗസ് എന്നിവിടങ്ങളിലെ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അധികൃതർ കടൽക്ഷോഭമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു. എന്നാൽ ആൾപ്പാർപ്പില്ലാത്ത കാവുഗോളി പോലുള്ള സ്ഥലങ്ങളാണ് ഇവർ സന്ദർശിച്ചത്. ഇതിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസത്തോളമായി ഇങ്ങനെ കണ്ടു വരാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഇപ്പോൾ കൂടുതലാണ്. വീട്ടിൻ്റെ ഉള്ളിലെല്ലാം വെള്ളം കയറിയിട്ട് കിടക്കാൻ പോലും ഭയമാണ്. അപ്പോൾ ഇവിടെ ഒരാഴ്ച മുമ്പ് കലക്ടറെല്ലാം വന്നിട്ട് അങ്ങ് കാവുകോളി കടപ്പുറത്ത് പോയിട്ട് നോക്കിയതാണ്. ആൾ താമസമില്ലാത്ത സ്ഥലമാണ് നടാൻ, ആളും വീടൊന്നും ഇല്ലാത്ത സ്ഥലം. അപ്പം അങ്ങനെ സ്ഥലത്ത് ഇവിടെ ആരും തിരിഞ്ഞു നോക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. രാത്രി കിടന്നുറങ്ങാൻ പോലും ഭയമാണ്. വെള്ളം കയറ്റെല്ലാം കക്കൂസ്, അടുക്കള ഇതെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം നോക്കുക വന്നിട്ട് വീട് മുഴുവൻ പൊള്ളി റോഡ് ഇതെല്ലാം തകർന്നു പോയിട്ടുണ്ട്. മഴ ഇനിയും കനക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായം കണക്കിലെടുത്ത് ആവശ്യമായ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. കപട വാഗ്ദാനങ്ങൾ നൽകി എൻഡോസൾഫാൻ ദുരിതബാധിതരെ കബളിപ്പിക്കുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി പ്രസിഡന്റ് മുനീസ അമ്പലത്തറ പറഞ്ഞു. കാഞ്ഞങ്ങാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുനീസ. കപട വാഗ്ദാനങ്ങൾ നൽകി ദുരിതബാധിതരെ കബളിപ്പിക്കുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണെന്ന് സമരസമിതി നേതാക്കൾ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതബാധിതരുടെ അമ്മമാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ്. കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുകയും വരവ് ചെലവ് ഉൾപ്പെടെയുള്ള കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഞ്ഞിവെപ്പ് സമരത്തിലും പട്ടിണി സമരത്തിലും സ്വമേധയാ തയ്യാറായാണ് അമ്മമാർ എത്തിയിട്ടുള്ളത്. അമ്പലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി നടത്തുന്ന സ്നേഹവീട് സമരസമിതിയുടെ സ്ഥാപനമല്ല, ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നെഹ്റു കോളേജ് സാഹിത്യവേദിയുടെ സഹായത്തോടെ കെട്ടിടം പണിയും പുരോഗമിച്ചു വരികയാണ്. സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളെ അത് അർഹിക്കുന്ന അവഗണനയോടെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും നേതാക്കൾ പറഞ്ഞു. തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അതിൽ സമരത്തിൽ പങ്കെടുത്ത ഒരു അമ്മയും സമരത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത 4 അമ്മമാരും ഉന്നയിച്ചത്. അതിൽ ഒരു അമ്മ
തീർത്തും കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നാണ് അറിയുന്നത്. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. നമ്മൾ സമരം നടത്തുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അവരോട് ഒരിക്കലും നിർബന്ധിച്ച് പണപ്പിരിവ് നടത്തിയിട്ടില്ല. പണമില്ലാതെ ഒരു സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ടതില്ല. ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുമ്പോൾ ഇത്രയും വലിയ ജനപിന്തുണ സമരത്തിനുണ്ടാകും എന്നൊന്നും കരുതിയിട്ടില്ല. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നേതാവ് മുനീസ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ടി ശോഭന, നളിനി, വിദ്യ, വിമല, ചന്ദ്രാവതി, രമണി, സുമതി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നു. ജില്ലയിൽ ഇതുവരെ 45ഓളം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. രോഗമുണ്ടെന്ന സംശയത്തെ തുടർന്ന് 500ഓളം പേർ നിരീക്ഷണത്തിലാണ്. ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 3 പേർ ഇതുവരെ മരണപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതിനിടെ 2 പേർക്ക് എലിപ്പനി പിടിപെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജില്ലയിൽ പനി ബാധിച്ചവരുടെ എണ്ണം കുറവാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുന്നതുകൊണ്ട് ഒരു പരിധിവരെ അസുഖം പിടിപെടുന്നത് കുറയാൻ സഹായകരമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 4ഓളം പേരാണ് മരിച്ചത്. കഴിഞ്ഞ 2 മാസത്തിനിടെ ജില്ലയിൽ 50ൽ താഴെ പേർക്ക് മലേറിയയും പിടിപെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 300ഓളം പേരാണ് മലേറിയ പിടിപെട്ട് ചികിത്സ തേടിയത്. ഇത്തരം രോഗങ്ങൾ കൂടുതലായും അന്യസംസ്ഥാന തൊഴിലാളികളിലാണ് കണ്ടുവരുന്നത്. വൃത്തിഹീനമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് ഇത്തരക്കാരിൽ ഭൂരിഭാഗവും. കൊതുകുകൾ വഴിയാണ് ഇത്തരം രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. കർണാടകയിൽ നിന്ന് ജില്ലയിലേക്ക് വൻതോതിൽ മദ്യവും നിരോധിത ലഹരി വസ്തുക്കളും കടത്തുന്നു. ഇത്തരക്കാർ ഇതിനായി ആശ്രയിക്കുന്നത് KSRTC ബസ്സുകളെയാണ്. കഴിഞ്ഞ 1 മാസത്തിനിടെ മാത്രം എക്സൈസ് വകുപ്പും പോലീസും പിടിച്ചെടുത്ത കഞ്ചാവിന്റെയും വിദേശ മദ്യത്തിന്റെയും കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് പിന്നിൽ നിരവധി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. വിദേശ മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും കടത്തുന്നതിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് KSRTC ബസ്സുകളെയാണ്. കേരളത്തിൽ നിരോധിച്ചിട്ടുള്ള പാൻ മസാലകൾ ദിനം പ്രതി എന്നോണം ജില്ലയിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ വൻ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കർണാടക KSRTC ബസ്സുകളിൽ നിന്നും ഈ അടുത്ത കാലത്ത് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ കണക്കുകൾ കേട്ടാൽ അമ്പരന്നു പോകും. ഇക്കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ എക്സൈസ് അധികൃതർ 60ഓളം ലിറ്റർ വിദേശ മദ്യവും 4000 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളും KSRTC ബസ്സിൽ നിന്നും പിടിച്ചെടുത്തു. സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ കാണപ്പെട്ട ഇതിന് ഉടമസ്ഥരില്ല എന്നതാണ് വിചിത്രമായ കാര്യം. നിരോധിത പാൻ മസാലകൾ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് ഇവിടെ എത്തിക്കുന്നത്. സ്കൂൾ പരിസരങ്ങളിലെ ചെറിയ പെട്ടിക്കടകൾ കേന്ദ്രീകരിച്ചാണ് ഇവ വിൽപ്പന നടത്തുന്നത്. കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP തീരദേശ റോഡിലെ ചളിയങ്കോട് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജില്ലാ ഭരണകൂടം പ്രദേശവാസികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. പാർശ്വഭിത്തി നിർമ്മാണ പ്രവൃത്തികൾ തടസ്സം കൂടാതെ നടത്തുന്നതിനാവശ്യമായ റോഡ് ഭാഗം ഒഴിവാക്കി ഒരു വശത്തുകൂടി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഞായറാഴ്ച രാവിലെ മുതൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി ഓടിത്തുടങ്ങി. KSTP തീരദേശ റോഡിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവച്ചിരുന്നത്. P. കരുണാകരൻ MPയും റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരനടക്കമുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലിലൂടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. ജില്ലാ കളക്ടർ E. ദേവദാസനും ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസും പ്രദേശവാസികളുമായി കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നിരുന്നു. ഈ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അതേസമയം KSTP റോഡിലെ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്ന് KSTP അധികൃതർ കളക്ടർക്ക് ഉറപ്പ് നൽകി. റോഡിൽ ഉടൻ തന്നെ അപായ സൂചകങ്ങൾ സ്ഥാപിക്കുമെന്നും അധികൃതർ കളക്ടറെ അറിയിച്ചു. എൻഡോസൾഫാൻ പീഡിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതി അവലോകനം ചെയ്യാൻ ഉന്നതതല യോഗം ചേരും. ജൂലൈ 11-ന് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറുടെ ഓഫീസിലാണ് യോഗം ചേരുക. P. കരുണാകരൻ MP, ജില്ലയിൽ നിന്നുള്ള MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, ജില്ലാ കളക്ടർ E. ദേവദാസൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. എൻഡോസൾഫാൻ മൂലം മരിച്ചവരുടെ കുടുംബത്തിനും നിത്യരോഗികളായവർക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച സഹായധനത്തിൽ നൽകാൻ ബാക്കിയുള്ള 3ാം ഗഡു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. സ്ഥലം ഏറ്റെടുക്കുകയും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തെങ്കിലും ഇതേവരെ തുടങ്ങാനായിട്ടില്ലാത്ത പുനരധിവാസ ഗ്രാമ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യും. എൻഡോസൾഫാൻ പീഡിത മേഖലയിൽ ആശുപത്രി വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി നബാർഡ് അനുവദിച്ച 200 കോടിയിലേറെ രൂപയിൽ 75% തുകയും ചെലവഴിച്ചിട്ടില്ല.
ജനറൽ ആശുപത്രിയിൽ 12 കോടി രൂപ ചിലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതടക്കമുള്ള കാര്യവും ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറുടെ ഓഫീസിൽ 11-ന് ചേരുന്ന യോഗം ചർച്ച ചെയ്യും. ചെറുകിട വ്യാപാര മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്ന് CITU. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ഏരിയ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ചെറുകിട വ്യാപാര മേഖലയിലെ കുത്തകകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 2-ന്റെ അഖിലേന്ത്യാ സമ്മേളനം വിജയിപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് DV അമ്പാടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് K രാജീവൻ അധ്യക്ഷനായി. ജയചന്ദ്രൻ, KV കുഞ്ഞികൃഷ്ണൻ, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാലിച്ചാനൊടുക്കം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാലിച്ചാനൊടുക്കം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂണിയൻ സെക്രട്ടറി R മോഹനകുമാർ ഉപഹാര വിതരണം നടത്തി. P തമ്പാൻ നായർ അധ്യക്ഷനായി. K ജയകുമാർ, AV അഭിഷേക്, ഗോപിക, ഗോപിനാഥ്, അനശ്വര, സജീന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. SLC +2 പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹായനിധിയൊരുക്കി കൂടാനം ക്ഷേത്ര സേവാസംഘം. സേവാസംഘത്തിന്റെ സഹായനിധിയിലേക്കുള്ള ആദ്യ ഫണ്ട് K കുഞ്ഞിരാമൻ MLA ഏറ്റുവാങ്ങി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വഴിയിൽ സഹായനിധി ഒരുക്കി കൂടാനം മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്ര സേവാസംഘം മാതൃകയാവുന്നു. ക്ഷേത്രപരിധിയിലെ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് സഹായനിധിയിൽ നിന്നും സഹായം നൽകാൻ സ്വയം സന്നദ്ധരായി കുടുംബങ്ങൾ രംഗത്തു വരികയായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരും പ്രവാസികളും ഉൾപ്പെടെ മുഴുവൻ കുടുംബങ്ങളും പങ്കെടുത്ത യോഗത്തിൽ സഹായധനം കൈമാറുകയുണ്ടായി. സഹായനിധിയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് 1 ലക്ഷത്തിലേറെ രൂപ സ്വരൂപിക്കാനും സാധിച്ചു. ക്ഷേത്രപരിധിക്കകത്തെ നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് തുടർപഠനം, വിവാഹധന സഹായം, ചികിത്സാധന സഹായം തുടങ്ങിയ മേഖലയിലാണ് സഹായം എത്തിക്കുന്നത്. റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ M ബാലകൃഷ്ണൻ നായരിൽ നിന്നും K കുഞ്ഞിരാമൻ MLA ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. അതുവഴിയുണ്ടായാലും പുറത്ത് കുട്ടികളെ ജീവിതത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാൻ കഴിയും. അതൊരു മനുഷ്യ നമ്മളെപ്പോലെ ആളുകൾക്ക് പകർത്താൻ പറ്റുന്ന രീതി. സമ്പത്ത് മാത്രം ഉണ്ടായ കാര്യമില്ല. സമ്പത്ത് മാത്രം ഉണ്ടായ കാര്യം വേണ്ട, ഞാൻ ജീവിച്ചോളാം എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾ നമ്മുടെ നാട്ടിൽ താൽക്കാലികമായി കഴിയും. പക്ഷേ സമൂഹത്തിന് പിന്തുണ, സമൂഹത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കഴിയില്ലെങ്കിൽ ഒരു സമ്പത്തുണ്ടായിരിക്കും ആയിരിക്കും കാര്യമില്ലാത്തതുണ്ട്. തെളിവ് നമ്മുടെ നാട്ടിലെ തെളിവുണ്ട്. ഇനി എന്നും കഴിയില്ലെങ്കിൽ ഒരവസാനം രോഗം കിട്ടും. മറ്റൊന്നും ചെയ്യാൻ വേണ്ടി രോഗം വന്ന് ഈ കാശ് മുഴുവൻ തീർക്കുന്നിടത്തേക്ക് എത്തി. ഇനി അതല്ലെങ്കിൽ നല്ല സമ്പത്തുണ്ടാക്കി വെച്ച് അച്ഛനമ്മ ഉണ്ടാക്കി വെച്ച് പിന്നെ സമ്പത്ത് മുഴുവൻ നശിപ്പിക്കാൻ പറ്റി ഏതെങ്കിലും മക്കളുണ്ടാവും. ഇന്നത്തെ കാലത്ത് മക്കളുണ്ടാകും കുറവാണെങ്കിലും. സേവാസംഘം പ്രസിഡന്റ് T രാമകൃഷ്ണൻ നായർ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷാചന്ദ്രൻ, ശശിധരൻ തന്നിത്തോട്, P കുഞ്ഞമ്പു നായർ, V കുഞ്ഞിരാമൻ, PK കൃഷ്ണൻ, A നാരായണൻ, AK സുരേഷ്, പ്രമോദ് പെരിയ, M കൃഷ്ണൻ, P വേണുനായർ, KM അശോകൻ, K രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ SLC +2 പരീക്ഷയിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ P കുഞ്ഞമ്പു നായർ കുട്ടികൾക്ക് ഉപഹാരം കൈമാറി. തെക്കേപ്പുറം തണൽ ചാരിറ്റി കൂട്ടായ്മയുടെ ലോഗോ പ്രകാശനം നടന്നു. തെക്കേപ്പുറം ലയൺസ് ഹാളിലാണ് പരിപാടി നടന്നത്. തണൽ ചാരിറ്റി കൂട്ടായ്മയുടെ ലോഗോ പ്രകാശനം തെക്കേപ്പുറം ലയൺസ് ഹാളിൽ നടന്നു. ധനസഹായ വിതരണവും നടന്നു. 2005 ജൂലൈയിൽ ആരംഭിച്ച തണൽ ചാരിറ്റി കൂട്ടായ്മ എന്ന് 35ഓളം കുടുംബാംഗങ്ങൾക്ക് കൈത്താങ്ങൊരുക്കുകയാണ്. 6 വ്യക്തികൾക്കുള്ള ചികിത്സാ സഹായവും 3 കുടുംബത്തിനുള്ള വീട് നിർമ്മാണവും നടന്നു വരികയാണ്. നിർധനരായ കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കുള്ള വിവാഹധന സഹായവും നൽകി വരുന്നുണ്ട്. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് തണൽ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ലോഗോ പ്രകാശനം തെക്കേപ്പുറം ഖത്തീബ് മുഹമ്മദ് വഹീബ് നിർവഹിച്ചു. തണൽ ചാരിറ്റി കൂട്ടായ്മ പ്രസിഡന്റ് C ഖാലിദ് പാലക്കി അധ്യക്ഷനായി. ചടങ്ങിൽ റഷീദേരത്ത്, SK കുട്ടൻ, സുനിൽകുമാർ, പാലക്കി കുഞ്ഞാമദ് ഹാജി, ബെസ്റ്റോ കുഞ്ഞാമദ്, KK ബദറുദ്ദീൻ, M ഇബ്രാഹിം, അഹമ്മദ് കിർമാണി, C ഹമീദ്, M ഹമീദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. കേരള പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം സമാപിച്ചു. 2 ദിവസങ്ങളിലായി നെല്ലിക്കാത്തുരുത്തി, കഴകം, നീലമംഗലത്ത് ഭഗവതി ക്ഷേത്ര പരിസരത്താണ് സമ്മേളനം നടന്നത്. സമ്മേളന ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം മുൻ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു.
വ്യവസായികൾക്ക് മത്സരം സംഘടിപ്പിക്കുന്നു, അതിന് ആകർഷകമായിട്ടുള്ള പ്രോത്സാഹന സമ്മാനമൊക്കെ തന്നെ നൽകുന്നു എന്ന് കണ്ടാൽ നമ്മുടെ രാജ്യത്തെ ക്ഷേത്ര കമ്മിറ്റികളും അതുപോലെ തന്നെ ക്ലബ്ബുകളും അതുപോലെ തന്നെ വായനശാലകളും മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങളും എല്ലാം തന്നെ കുട്ടികളെ പൂരക്കേട് പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. അത് ചെറിയ കുട്ടികൾ, അതിനേക്കാൾ മുതിർന്ന കുട്ടികൾ, ജൂനിയർ, അവർക്ക് ഈ രീതിയിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുക. സീനിയേഴ്സിനാണിപ്പോൾ ഇതുപോലുള്ള പരിപാടികളെല്ലാം തന്നെ സീനിയേഴ്സാണ് ഈ മത്സര പരിപാടി നടത്തുന്നത്. എൻ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എം പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മോഹനൻ മേച്ചേരി, സി നാരായണൻ, പി കുമാരൻ, വെങ്ങാട്ട് കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. മലയോരത്ത് മഴ തിമിർത്ത് പെയ്തപ്പോൾ തേജസ്വിനിയിൽ മലവെള്ളം കയറി. വെള്ളത്തിനൊപ്പം ഒഴുകിയെത്തിയത് നാളികേരം മുതൽ മുളങ്കൂട്ടങ്ങൾ വരെ. മഴയൊഴിഞ്ഞ നേരത്ത് ഇവ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു തീരദേശത്തിലുള്ളവർ. മുള്ളംകൊല്ലിപ്പുഴയിൽ മഴവെള്ളപ്പാച്ചിലിനൊപ്പം ഒഴുകിയെത്തുന്ന മരത്തടികളും കാർഷിക വിളകളുമെല്ലാം ഒഴുക്കിനെതിരെ നീന്തിയെത്തി കരയിലേക്ക് എത്തിക്കുന്ന വേലായുധൻ നരൻ എന്ന ചിത്രത്തിലെ മോഹൻലാലിൻ്റെ കഥാപാത്രമാണ്. ഈ കഥാപാത്രത്തെയും ഇതിലെ കാഴ്ചകളെയും ഓർമ്മിപ്പിക്കും വിധമുള്ള കാഴ്ചകൾ തേജസ്വിനിയിലും കണ്ടു. കനത്ത മഴയിൽ മലവെള്ളം പാഞ്ഞെത്തിയപ്പോൾ അതിനൊപ്പം മരത്തടികളും നാളികേരങ്ങളും വാഴക്കുലകളുമെല്ലാം ഒഴുകിയെത്തി. ഇവ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു പുഴയോരത്തെ പലരും. കാര്യംകൂട് പാലത്തിന് സമീപത്തേക്ക് കഴിഞ്ഞ ദിവസം ഒഴുകിയെത്തിയത് വലിയ മുളങ്കൂട്ടങ്ങൾ. ചിലർ ചെറുവള്ളങ്ങളിൽ ഇവ ശേഖരിക്കാൻ ഇറങ്ങി. മഴക്കൊയ്ത്തിനിറങ്ങിയവർക്ക് ഇത് അപ്രതീക്ഷിത ചാകരയാവുകയും ചെയ്തു. എന്നാൽ മുളങ്കൂട്ടത്തിനൊപ്പം ഒഴുകിയെത്തിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുഴ മലിനീകരണത്തിൻ്റെ ആകുലപ്പെടുത്തുന്ന കാഴ്ചയുമായി. മുളങ്കൂട്ടങ്ങൾ തടസ്സമായി നിന്നപ്പോഴാണ് പിന്നാലെ ഒഴുകിയെത്തിയ പ്ലാസ്റ്റിക് കുപ്പികളടക്കമുള്ള മാലിന്യങ്ങൾ അതിൽ തടഞ്ഞു നിന്നത്. പുഴ മലിനീകരണത്തിനെതിരെ വലിയ ബോധവൽക്കരണം ഉയർന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയും ഈ കാഴ്ച വിളിച്ചോതുന്നു. ഭാരതീയ മസ്ദൂർ സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ശിബിരം സംഘടിപ്പിച്ചു. സംഘടനയുടെ താളിപ്പടപ്പ് ഓഫീസിലായിരുന്നു ശിബിരം സംഘടിപ്പിച്ചത്. BMS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളീധരൻ ഏകദിന പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തു. അത്യന്താപേക്ഷിത ഘടകമാണ് തൊഴിലാളികൾ. അതുപോലെ തന്നെ തൊഴിലാളി വൽകൃത വ്യവസായം, തൊഴിലാളികൾക്ക് ദേശീയ ബോധമുണ്ടാകണം, തൊഴിലാളികളാൽ വ്യവസായത്തിൻ്റെ ഉന്നതി ഉണ്ടാകണം, രാഷ്ട്രം വ്യവസായിക വൽകൃതമാകണം എന്നുള്ള ആ ഒരു BMSന്റെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് പ്രസക്തി ഏറി വരികയാണ്. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. ഭാരതീയ മസ്ദൂർ സംഘം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തൊഴിലാളി സംഘടനയല്ല. ഭാരതീയ മസ്ദൂർ സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ്. ഭാരതത്തിലെ ഏക സ്വതന്ത്ര രാഷ്ട്രീയ ഏതര തൊഴിലാളി സംഘടന ഭാരതീയ മസ്ദൂർ സംഘമാണത്. ജില്ലാ സെക്രട്ടറി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി കൃഷ്ണൻ, പി ഗോപാലൻ നായർ, ജില്ലാ ട്രഷറർ ബാബു, വിശ്വനാഥൻ, ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നു. അവസാനമായത് ഒരു മാസം നീണ്ട പ്രാർത്ഥനാ ദിനങ്ങൾക്ക്. ജില്ലയിൽ മഴ കനത്തതോടെ കടൽക്ഷോഭം രൂക്ഷം. നിരവധി വീടുകൾ അപകട ഭീഷണിയിൽ. എൻഡോസൾഫാൻ ദുരിതബാധിതരെ കബളിപ്പിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് മുനീസ അമ്പലത്തറ. ആരോപണം ഉന്നയിച്ചവർ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുകയാണെന്നും മുനീസ. ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപകമാവുന്നു. ആശങ്കയോടെ ജനങ്ങൾ. വ്യാപകമാവുന്ന നിരോധിത ലഹരി വസ്തുക്കൾ. ചെക്ക് പോസ്റ്റുകൾ വഴി കടത്തുന്നത് ലക്ഷങ്ങളുടെ ലഹരി ഉൽപ്പന്നങ്ങൾ. ഗതാഗതം പുനഃസ്ഥാപിച്ച് ചളിയങ്കോട് KSTP റോഡ്. പുനഃസ്ഥാപിച്ചത് ജില്ലാ ഭരണകൂടവും നാട്ടുകാരും നടത്തിയ ചർച്ചയെ തുടർന്ന്. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kaserkodchannel.com. നമസ്കാരം.